നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. കേരളക്കര ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് വഖഫ് ഭേദഗതി നിയമവും മുനമ്പവും. ഇതില് സമൂഹത്തിൽ ഇന്ന് അതിന്റെ സത്യാവസ്ഥയും വളരെയേറെ നുണകളും കുപ്രചരണങ്ങളും ഒക്കെ ഇന്ന് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യത ഉള്ളൊരു വ്യക്തി എന്ന നിലയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്താണ് മുനമ്പം? എന്താണ് മുനമ്പത്തിന്റെ ചരിത്രം? ഇത് വിശദീകരിക്കാതെ പോകാൻ കഴിയില്ല. മുനമ്പത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഇനി ചെയ്യാൻ കഴിയും, എന്താണ് അതിന്റെ നിയമപരമായ അവസ്ഥ, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മുനമ്പത്തിന്റെ ചരിത്രം ഒന്ന് വിവരിക്കുകയാണ്. 1902 സത്താർ സേട്ടിന് കൃഷി ആവശ്യത്തിനായിട്ട് ഈ വസ്തു തിരുവിതാംകൂർ രാജകുടുംബം പാട്ടത്തിന് നൽകിയതാണ്. 404.86 ഏക്കർ വസ്തുവായിരുന്നു അന്ന് നൽകിയത്. അതിനുശേഷം 1948 സത്താർ സേട്ടിന്റെ ബന്ധു ഒക്കെയായ സിദ്ദിഖ് സേട്ട് 1948 അയാളുടെ പേരിൽ ഈ വസ്തു പേരിൽ കൂട്ടി എടുക്കുന്നു. 1950 ഈ വസ്തു സിദ്ദിഖ് സേട്ട് 1860 സൊസൈറ്റീസ് ആക്ട് പ്രകാരം 1948 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫാറൂഖ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്ക് 1950 സിദ്ദിഖ് സേട്ട് ഈ വസ്തു ദാനമായി നൽകുന്നു. ദാനമായി നൽകിയപ്പോ അത് വഖഫ് ഡീഡ് എന്നാണ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ഇതിനകത്ത് കൃത്യമായി പറഞ്ഞു, ഞാന് ഈ വസ്തു എന്റെ ആത്മശാന്തിക്കായി ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഞാൻ ഈ വസ്തു നൽകുന്നു. ഏതെങ്കിലും കാരണവശാൽ ഫാറൂഖ് കോളേജ് ഈ വസ്തു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ മറ്റ് ഇതര കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഈ വസ്തു തിരികെ എന്നിലേക്കോ എന്റെ പിന്മുറക്കാരിലേക്കോ തിരികെ വന്നു ചേരും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ വസ്തു ഫാറൂഖ് കോളേജ് ഈ വസ്തു ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഈ ഫാറൂഖ് കോളേജ് ഏറ്റെടുക്കുന്ന സമയത്തും എന്തിന് രാജാവ് ഇത് പാട്ടക്കരാറായി നൽകുന്ന സമയത്തും അവിടെ ഈ മത്സ്യത്തൊഴിലാളികളായ ഈ പാവം കർഷകർ അവിടെ ഉണ്ട്. ഈ 1950 ഈ ഭൂമി കൈമാറുമ്പോഴും ഇവര് അവിടെയുണ്ട്. ഫാറൂഖ് കോളേജ് അതിനുശേഷം അവിടെ താമസക്കാരായ ഈ പാവപ്പെട്ടവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി 1965 പറവൂർ സബ് കോടതിയിൽ കേസ് നൽകി. നിരവധി വർഷങ്ങൾ ആ കേസ് മുമ്പോട്ട് പോയി. 1967 ഈ കേസിന് വിധിയുണ്ടായി. ഫാറൂഖ് കോളേജിന് അനുകൂലമായ വിധിയുണ്ടായി. ഇത് ഫാറൂഖ് കോളേജിന്റെ വസ്തുവാണ് എന്ന് തന്നെ അതിനകത്ത് വിധിയിൽ കൃത്യമായി കോടതി പരാമർശിച്ചു. തുടർന്ന് വീണ്ടും നിയമ പോരാട്ടങ്ങൾ തുടർന്നു. 1985 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സബ് കോടതിയുടെ വിധിയെ ആവർത്തിച്ചു. അല്ലെങ്കിൽ ഇത് ഫാറൂഖ് കോളേജിന്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരിക്കലും ഫാറൂഖ് കോളേജിന് ഇത്രയേറെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാറൂഖ് കോളേജ് അവിടെ പിന്നീട് ഫാറൂഖ് കോളേജിന്റെ മാനേജിംഗ് കമ്മിറ്റി കൂടി നാട്ടുനടപ്പുള്ള വിലയ്ക്ക് ഈ വസ്തു അവിടുത്തുകാർക്ക് തന്നെ വിൽക്കാനും വിൽക്കുന്ന പണം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും തീരുമാനമെടുത്തു. അങ്ങനെ 87 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ ഈ വസ്തു ഫാറൂഖ് കോളേജ് വിൽക്കുന്നു. അങ്ങനെ വിറ്റ ഈ വസ്തു കരവടച്ച് ആധാരം രജിസ്ട്രേഷൻ നടത്തി കരവടച്ച് അനുഭവിച്ചു പോരുന്ന ഈ വസ്തു 2007 വരെ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ മുമ്പോട്ട് പോയി. 2007 കേരളമെമ്പാടുമുള്ള അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് വസ്തുക്കളെ തിരികെ പിടിക്കുവാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ സഖാവ് VS അച്യുതാനന്ദന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു തീരുമാനമെടുക്കുകയും നിസാർ കമ്മിറ്റി അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്യും. ആ നിസാർ കമ്മിറ്റിയുടെ ചുമതലയിൽ അതിനെക്കുറിച്ച് പഠനം നടന്നു. അവിടെ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ചില ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വസ്തുവും ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടു. 2010 ആ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു. അതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും മുനമ്പംകാരുടെ തലയിലേക്ക് ഒരു വിഷയമായി വരുന്നത്. 2011 മുതൽ പല പരാതികൾ വന്നെങ്കിലും സർക്കാരുകളൊന്നും ഇത്തല് തൊടാൻ തയ്യാറായില്ല. എങ്കിൽ പോലും 2016 കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു ഹർജി വരികയും ആ ഹർജി വഖഫ് ബോർഡിനോട് ഈ ഹർജി പരിഗണിക്കാൻ ആവശ്യപ്പെടുകയും ആ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഇപ്പോ ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ ഡിലീറ്റ് ആക്കിയിട്ടുള്ള അപകടകരമായ ഒരു സെക്ഷൻ 40 അനുസരിച്ച് ഏതെങ്കിലും ഒരു വസ്തു തങ്ങളുടേതാണെന്ന് ബോധ്യപ്പെടാൻ വഖഫ് ബോർഡിന് കാരണമുണ്ടായാൽ ആ വസ്തു തങ്ങളുടേതായി മാറുമെന്നുള്ള സെക്ഷൻ 40യുടെ പിൻബലത്തിൽ ആരോടും ചോദിക്കാതെ മുനമ്പ് അവിടെ താമസിക്കുന്ന അവിടെ കരം തീർത്ത് രജിസ്ട്രേഷൻ നടത്തി താമസിക്കുന്ന മുനമ്പം ജനതയുടെ
ഒരു നോട്ടീസ് പോലും നൽകാതെ 2019 ഈ വസ്തു വഖഫ് ബോർഡ് സ്വന്തം പേരിൽ കൂട്ടി. 2021 കരമടയ്ക്കാൻ ചെന്ന മുനമ്പം ജനത ഞെട്ടി. ഇത് നിങ്ങളുടേതല്ല, ഇത് വഖഫ് ബോർഡിന്റേതാണെന്നാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. 2022 ഇതുമായി ബന്ധപ്പെട്ട ഒരു സമവായ ചർച്ച നടത്തി. അവിടുത്തെ MLA ഉൾപ്പെടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ സമവായ ചർച്ച നടത്തി. കരമടയ്ക്കാം എന്നൊരു തീരുമാനം അവർക്ക് അനുകൂലമായി. അങ്ങനെ 2022 മുനമ്പം ജനത കരമടച്ചു തുടങ്ങിയ സമയത്ത് മുസ്ലിം ലീഗിന്റെ MLA നേതാവുമായ ശ്രീ KPA മജീദ് കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു. അവിടെയുള്ളത് മുഴുവൻ കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരാണെന്നും വഖഫ് ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു സബ്മിഷൻ അവതരിപ്പിക്കുകയും ആ സബ്മിഷന് മറുപടിയായി ഇന്നത്തെ വഖഫ് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അത് പൂർണ്ണമായി ആരെയും ഒരു കയ്യേറ്റക്കാരെയും അനുവദിക്കില്ല എന്നും പൂർണ്ണമായിട്ടും ആ ഭൂമി കുടിയൊഴിപ്പിക്കുമെന്നും പ്രസ്താവിച്ചു. ഇതാണ് ഇവരുടെ ആത്മാർത്ഥത. അപ്പൊ അതിനെതിരെയും മുൻ PFI അംഗങ്ങളായിരുന്ന ചില വഖഫ് സംരക്ഷണ സമിതി ആളുകൾ വീണ്ടും കോടതിയിൽ പോയി. ആ കോടതിയിൽ അതിന് വീണ്ടും സ്റ്റേ വന്നു. വഖഫ് ബോർഡിനെതിരെ അതുപോലെ ഈ വ്യക്തികൾക്കെതിരെയും നമ്മുടെ വഖഫ് ഭൂസംരക്ഷണ സമിതി കേസ് കൊടുത്തു. അങ്ങനെ 2 കേസുകൾ അവിടെ വന്നു. അതോടൊപ്പം ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജ് ഈ വിഷയത്തിൽ അവരുടെ സെയില്, അതായത് ഈ മുനമ്പൻ ജനതയ്ക്ക് അവർ നടത്തിയ സെയില് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ട്രിബ്യൂണലിനെ സമീപിച്ചു. ആ കേസിൽ ട്രിബ്യൂണലിൽ കക്ഷി ചേർന്നു. ഇതാണ് മുനമ്പൻ ജനതയുടെ സമരം തുടങ്ങുന്നതിന് മുമ്പുള്ള ചരിത്രം. അങ്ങനെ 2024 വഖഫ് ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പാർലമെന്റിൽ ഉയർന്നു കേട്ടപ്പോൾ മുതൽ ഈ വിഷയം വളരെ സജീവമായ ചർച്ചയിലേക്കായി. നീതി ഇടത് വലത് മുന്നണികൾ പ്രത്യേകിച്ച് നിരവധി തവണ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. സമീപത്ത് അവിടെയുള്ള MP ആയിട്ട് ചർച്ച നടത്തി. സമീപ പ്രദേശത്ത് തൊട്ട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് ശ്രീ VD സതീശൻ, അദ്ദേഹമായിട്ട് ചർച്ച നടത്തി. അവിടെ ഒന്നും നീതി ലഭിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ മുനമ്പം ജനത മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ മുറ്റത്ത് സമരപ്പന്തൽ കെട്ടി സമരം ആരംഭിച്ചു. ഞാനവിടെ എത്തുന്നത് ഓഗസ്റ്റ് 24 തീയതിയാണ്. സെപ്റ്റംബർ 13 തീയതി സമരം ആരംഭിച്ചു. BJP ഈ വിഷയത്തിൽ ആ സമരസമിതിക്കൊപ്പം പൂർണ്ണ പിന്തുണയുമായി, രാഷ്ട്രീയത്തിനപ്പുറത്ത് പൂർണ്ണ പിന്തുണയുമായി ഞങ്ങൾ അവിടെ രംഗത്ത് വന്നു. അവർക്ക് ആവശ്യമായ നിയമ നടപടികൾ, പ്രത്യേകിച്ച് ഏത് നിയമമാണോ അവരെ അവിടെ കുടുക്കിയത്, അല്ലെങ്കിൽ ഏത് നിയമമാണോ മുനമ്പൻ ജനതയ്ക്ക് ആ ദുർഗതി ഉണ്ടാക്കിയത്, ആ നിയമം പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരും എന്നുള്ളത് ആ ജനതയ്ക്ക് ബോധ്യമായിരുന്നു. അങ്ങനെ മുനമ്പം ജനതയുടെ വിഷയങ്ങൾ കേന്ദ്ര മൈനോറിറ്റി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ അടുത്തും അതിനുശേഷം പാർട്ടിയുടെ വിവിധ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ അടുത്തും അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ അടുത്തുമൊക്കെ ഈ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. ഈ വിഷയത്തെ വലിയ കൊടുങ്കാറ്റായി, പ്രത്യേകിച്ചും ആ ജനതയുടെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവരുടെ പിന്തുണ മേടിച്ചുകൊണ്ട് പോയ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് കൂട്ടായി നിൽക്കാനില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഇവിടെ എത്ര ദോഷകരമായ വകുപ്പാണെങ്കിൽ പോലും ആ വകുപ്പുകൾക്കെതിരെ ഇന്ന വകുപ്പ് മോശമാണെന്ന് പറയാൻ പോലും ഭയമുള്ള ഇടത് വലത് മുന്നണി നേതാക്കൾ ഈ ആക്ട് എന്താണെന്ന് തുറന്നു പോലും നോക്കാതെ കേരള നിയമസഭയിൽ, എനിക്ക് തോന്നുന്നു ഒക്ടോബർ 14 തീയതി കേരള നിയമസഭയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഐക്യകണ്ഠേന ഇടതുപക്ഷവും വലതുപക്ഷവും കേരള കോൺഗ്രസും CPM-ഉം CPI-യും മുസ്ലിം ലീഗും ഉൾപ്പെടെ ഒരുമിച്ച് ഇന്ത്യ മുന്നണി പ്രമേയം പാസാക്കി. ഇവിടെ ഇന്ത്യ മുന്നണി ആദ്യമായി വന്ന ഒരു പ്രമേയമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പ്രമേയം പാസാക്കി. അതോടുകൂടി മുനമ്പം ജനതയ്ക്ക് അവിടെ ഇടത് വലത് മുന്നണികളുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്നാൽ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ട് BJP ഞങ്ങളെല്ലാം അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ഒരു രാഷ്ട്രീയവും ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തെ കൃത്യമായി തുറന്നു കാണിക്കുവാൻ BJPക്ക് മുനമ്പം വിഷയം കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മറ്റേതൊരു വിഷയങ്ങളും നിങ്ങൾക്കറിയാം, ഏതൊരു നിയമനിർമ്മാണവും നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ഏതൊരു നിയമനിർമ്മാണത്തെയും ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കുന്നതിൽ കേരളം പ്രശസ്തമാണ്. ഒരുപക്ഷെ ഞാൻ പോലും, ഞങ്ങളൊക്കെ അതിൽ പെട്ടുപോയിട്ടുള്ളവരാണ്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ മുതൽ ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ചു. ആ പൗരത്വ നിയമം വന്നിട്ട് എത്ര കാലമായി? ഈ നാട്ടിൽ ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾക്കോ ക്രൈസ്തവർക്കോ ഏതെങ്കിലും പ്രശ്നം ആ നിയമം വഴി ഉണ്ടായതായിട്ട് ആർക്കും ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ നിയമം വന്നപ്പോൾ മുനമ്പത്തെ ഈ വിഷയം കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വഖഫ് ഭേദഗതി ആവശ്യം, അല്ലെങ്കിൽ വഖഫ് ആക്ട് പൊളിച്ചെഴുതേണ്ട ആവശ്യം എന്താണ് എന്ന് ബോധ്യപ്പെട്ടു. 1995-ലും 2013-ഉം അനിയന്ത്രിതമായി വഖഫ് ബോർഡിന്
വസ്തു കൊള്ള നടത്താൻ, ലാൻഡ് ക്രാബിംഗ് നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് ആ നിയമത്തെ പൊളിച്ചെഴുതേണ്ടത് ആവശ്യമാണെന്നുള്ളത് കക്ഷി രാഷ്ട്രീയ ജാതി ഭേദമന്യേ എല്ലാ സമൂഹങ്ങളും കേരളത്തിൽ തുടർന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വലിയ പ്രതിരോധത്തിലേക്കായിപ്പോയി. നമുക്കറിയാം, പാർലമെന്റിൽ പോലും ഇപ്പൊ അവർ പറയുന്നത് ഇതിനകത്ത് നിയമമില്ല എന്നാണ്. വഖഫ് ഭേദഗതിയിൽ മുനമ്പത്തെ സംരക്ഷിക്കാൻ നിയമമില്ല എന്നാണ്. 20 മണിക്കൂർ ചർച്ച നടത്തിയില്ലേ? ഇതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചതിന്റെ ഒപ്പം പഠിച്ചവരല്ല നിങ്ങൾ. 20 മണിക്കൂർ നിങ്ങൾ അവിടെ നിയമനിർമ്മാണത്തിന് വേണ്ടി ലോക്സഭയിലും രാജ്യസഭയിലും ചർച്ച നടന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഒരു വാക്ക് ഇന്ന വിഷയം കൊണ്ട്, ഇന്ന സെക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് രക്ഷിക്കാം, മുനമ്പം ജനതയെ രക്ഷിക്കാം, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? JPC നിങ്ങളുടെ അംഗങ്ങളുണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ അംഗങ്ങൾ. ആ JPC-യിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ മുനമ്പം ജനതയ്ക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവരെ ആ കുഴിയിൽ കൊണ്ട് ചാടിച്ച് എല്ലാ നിയമങ്ങളും ഞങ്ങൾ പൊളിച്ചെഴുതി. മാത്രമല്ല, ഇനി അങ്ങോട്ട് മുനമ്പൻ ജനതയെ സംരക്ഷിക്കാനുള്ള കൃത്യമായ നിയമനിർമ്മാണവും ഈ ആക്ടിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വന്നപ്പോൾ അത് വലിയ വിമർശനമാണ്. കേന്ദ്രമന്ത്രി നിയമ നടപടിയിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയും. തീർച്ചയാണ്, നിയമ നടപടികളിലൂടെ മാത്രമേ മുനമ്പം ജനതയ്ക്ക് പൂർണ്ണമായും നീതി കിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ നിയമ നടപടിയിൽ അവർ വിജയിക്കുവാൻ വേണ്ടത് എന്തോ അത് ആ നിയമത്തിലുണ്ട് എന്ന് മുനമ്പത്ത് വന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ തീർത്ത് പറഞ്ഞേക്കാം. അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിക്കാത്ത കോൺഗ്രസ്സുകാരാ CPM-കാരാ അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്നുകൂടെ എടുത്ത് കേൾക്കണം. അവിടെ ആക്ട് നിർമ്മിച്ചതിന് ശേഷം ആക്ടിന് പുറകെ ഇത് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാനായി റൂൾസ് ഞങ്ങൾ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റൂൾസ് വരുമ്പോൾ ആ റൂൾസിൽ കൃത്യമായി മുനമ്പം ജനതയെ രക്ഷിക്കുവാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ടാകും. ആ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് നടപ്പിലാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിയമം നിർമ്മിച്ച, ഈ നിയമം പാർലമെന്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട കിരൺ റിജിജു കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, കോൺഗ്രസ്സുകാരാ CPM-കാരാ നിങ്ങൾക്കിത് പറയാൻ എന്താ അവകാശം? നിങ്ങൾക്കിതിന് മിണ്ടാൻ എന്താ അവകാശം? ഈ നാട്ടിലെ, ഈ രാജ്യത്തെ തന്നെ ചില സംഘടനകൾക്ക് വിട്ടുകൊടുക്കുന്ന, ചില വർഗങ്ങൾക്ക് മാത്രമായി രാജ്യത്തെ കൊള്ളയടിക്കാൻ തീരെഴുതി കൊടുത്ത നിങ്ങൾ ആദർശം പ്രസംഗിക്കുന്നു. നിങ്ങൾക്കിത് പറയാൻ എന്താണ് അവകാശമുള്ളത്? ഇവിടെ ഈ രാജ്യത്ത് ഭരണഘടനയ്ക്ക് മുകളിൽ അഡ്വേഴ്സ് പൊസഷൻ, ഒരു കുടികിടപ്പ് അവകാശം പോലും വഖഫ് ഭൂമികൾക്ക് ബാധകമല്ല എന്ന നിയമനിർമ്മാണം നിങ്ങൾ കൊണ്ടുവന്നവരാണ് നിങ്ങൾ. ഞാൻ ഒരു കാര്യം, 125 വർഷത്തെ കുടികിടപ്പ് പാരമ്പര്യമുള്ള വസ്തുവാണ് അവർക്കത്. ആ വസ്തു രണ്ടാമത് വില കൊടുത്ത് വാങ്ങി. ആ വില കൊടുത്ത് വാങ്ങിയ വസ്തുവിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിയമം നിങ്ങൾ നിർമ്മിച്ചത് നിങ്ങൾ കോൺഗ്രസ് ആണ്. ആ നിങ്ങളാണ് ഇപ്പോൾ മുനമ്പം ജനതയ്ക്ക് നീതിക്ക് വേണ്ടി വാദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ ഇന്നലെ പറയുന്നത് കേട്ടു, വളരെ മുനമ്പം ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഒന്നും ചെയ്യേണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച ട്രിബ്യൂണലിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസ് വളരെ അനുകൂലമായി, മുനമ്പം ജനതയ്ക്ക് വളരെ അനുകൂലമായി വന്നു. ആ വന്ന സമയത്ത് എന്താ നിങ്ങൾ പറഞ്ഞേ? ആ വന്ന സമയത്ത് 1954 എന്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന് കോടതി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു വഖഫ് ബോർഡിന്. 2019 മാത്രം പേര് കൂട്ടിയ, അല്ലെങ്കിൽ ആ രജിസ്റ്ററിൽ വന്ന വസ്തു 1987 വിറ്റപ്പോൾ നിങ്ങളുടെ അനുവാദം എന്തിനു വാങ്ങണം? നിങ്ങളുടെ പേരിലല്ലായിരുന്നല്ലോ വസ്തു എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ 67 കോടതി വിധി കണക്കിലെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുത്ത അപേക്ഷ ട്രിബ്യൂണൽ തള്ളി. ആ തള്ളിയ അപേക്ഷയും കൊണ്ട് ഹൈക്കോടതി വന്ന് ട്രിബ്യൂണലിനെതിരെ സ്റ്റേ മേടിച്ചു. നിങ്ങൾ ആ ഒരൊറ്റ സ്റ്റേ മേടിച്ചില്ലെങ്കിൽ ഈ 16-ാം തീയതി ആ ജഡ്ജി റിട്ടയർ ചെയ്യാൻ, ആ റിട്ടയർമെന്റിന് മുമ്പ് അദ്ദേഹം വിധി പറയുമായിരുന്നു. ഒരു സംശയം വേണ്ട, അദ്ദേഹം വിധി പറയാൻ മാത്രം എല്ലാ വാദങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുക. ആ ജഡ്ജി വിധി പറഞ്ഞാൽ മുനമ്പൻ ജനതയ്ക്ക് അനുകൂലമാകുമെന്ന് കണ്ടുകൊണ്ട് ആ വിധി പറയാതിരിക്കാൻ ഹൈക്കോടതി പോയി ഓർഡർ മേടിച്ച, ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ച സർക്കാരിന്റെ വഖഫ് ബോർഡിന്റെ നേതാവല്ലേ, അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയല്ലേ പിണറായി വിജയൻ. ആ പിണറായി വിജയനിൽ നിന്നാണ് അവർക്ക് നീതി കിട്ടുന്നത്. കഴിഞ്ഞ ആഴ്ച പിണറായി വിജയൻ തുറന്നു പറഞ്ഞു, ഈ ആക്ടിനെ കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാടെന്തെന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായി പറഞ്ഞു. ഒരു കാര്യം തീർത്തു പറഞ്ഞുകൊള്ളാം, ഏതെങ്കിലും തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി വഖഫ് ബോർഡിന് മറ്റു സ്ഥലം കണ്ടെത്തി കൊടുത്ത് ആ പാവപ്പെട്ടവർക്ക് അവിടെ 5 സെന്റ് ഉള്ളവരുണ്ട്, 10 സെന്റ് ഉള്ളവരുണ്ട്, 50 സെന്റ് ഉള്ളവരുണ്ട്, 1 ഏക്കർ ഉള്ളവരുണ്ട്. ഇവർക്കെല്ലാം കുടികിടപ്പായി 10 സെന്റ് കൊടുത്ത് ബാക്കി സ്ഥലം അവിടെ ഗവൺമെന്റ് കയ്യേറാമെന്നോ അല്ലെങ്കിൽ ആ സ്ഥലം വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. ഒരു കാര്യം കൂടെ മാത്രം പറയാനുള്ളത്, വഖഫ് ബോർഡ് ഇപ്പോഴും ഉന്നയിക്കുന്നത് 404 ഏക്കർ സ്ഥലത്തിനെ കുറിച്ചാണ്. അവിടെ ആകെ ഇപ്പോഴും മിച്ചമുള്ള 135 ഏക്കർ സ്ഥലമാണ്, ബാക്കി മുഴുവൻ പോയി. അപ്പൊ ഈ ക്ലെയിം ഉന്നയിച്ചതിന്റെ ദുരുദ്ദേശം എന്താണ്? 1967 ഈ 404 ഏക്കർ ഭൂമിയുടെ ക്ലെയിം ഉന്നയിച്ചപ്പോൾ സബ് കോടതി പറഞ്ഞു അവിടെ ആ ഭൂമിയില്ല. സബ് കോടതി സർവേ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ 135 ഏക്കറേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഫാറൂഖ് കോളേജ് തന്നെ അവരുടെ പെറ്റീഷൻ ഓൾട്ടർ ചെയ്ത് 404 എന്നുള്ളത്
135 കുറച്ചു. എന്നിട്ട് ഇപ്പോഴും വഖഫ് ബോർഡ് പറയുന്നത് 404 ഏക്കർ സ്ഥലമെന്നാണ്. എന്ത് ഉളുപ്പുണ്ടോ നിങ്ങൾക്കത് പറയാൻ? വഖഫ് ബോർഡിന് അപ്പൊ ദുരുദ്ദേശം എന്താണ്? ഇതിന് പകരമായി ഭൂമി മറ്റെവിടെയെങ്കിലും വഖഫ് ബോർഡിന് ഇനിയും കൊള്ളയടിക്കണം. ഇനി ഒരു കാര്യം തീർത്ത് പറയാം, ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അവിടെ വന്ന് പ്രസംഗിച്ചൊരു കാര്യം, ഇനി ഒരു മുനമ്പം ഈ രാജ്യത്തുണ്ടാകാൻ BJP അനുവദിക്കില്ല. മാത്രമല്ല ഏതറ്റം വരെ മുനമ്പം ജനതയ്ക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു. ആ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള റൂൾസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു വരും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതൊക്കെ എന്താണെന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലാകും. അവിടെ മുനമ്പൻ ജനതയെ രക്ഷിക്കുക എന്നുള്ളത് BJPയുടെ ദൗത്യമാണ്, BJPയുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ നിർവഹിച്ചേ അവിടെ നിന്ന് ഞങ്ങൾ പിരിയൂ. മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കള്ളത്തരം എന്താണെന്നും നിങ്ങളുടെ മനസ്സെന്താണെന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും നിങ്ങൾ നടത്തുന്ന ഈ പ്രീണന രാഷ്ട്രീയം, കപട നയങ്ങളും പ്രീണന രാഷ്ട്രീയവും പൊതുസമൂഹത്തിന് മുമ്പ് ഞങ്ങൾ തുറന്നു കാണിക്കുമ്പോൾ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം.